രാഷ്ട്രീയ കേരളത്തെ പിടിച്ചുലച്ച നിലമ്പൂർ രാധ വധക്കേസിൽ കോടതി നാളെ വിധി പറയും. രാഷ്ട്രീയ സ്വാധീനത്തെ മറികടന്ന് ശാസ്ത്രീയ തെളിവുകളുടെ പിൻബലത്തിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പ്രതികൾക്കെതിരെ കുറ്റപത്രം നിരത്തിയത്. ലൈംഗിക ബന്ധമില്ലാതെ ബലാത്സംഗ കുറ്റം ചുമത്തിയ കേരളത്തിലെ ആദ്യ കേസും കോൺഗ്രസ് ഓഫീസിൽ വെച്ചുണ്ടായ രാധാവധത്തിന്റേതാണ്. രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസിൽ വെച്ച് കൊലപാതകം. പ്രതി സംസ്ഥാനം ഭരിക്കുന്ന മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലുള്ള അംഗം. പോലീസ് പിടിയിലാകുന്നതിന് മുമ്പ് പ്രതി പങ്കെടുത്ത അവസാന പരിപാടി മന്ത്രിയുടെ മകനൊപ്പം. ആരോപണങ്ങളും വിവാദങ്ങളും നിലമ്പൂർ രാധ വധക്കേസിനെ പിടിച്ചുലച്ചു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് കോൺഗ്രസ് ഓഫീസിൽ വെച്ച് നടന്ന കൊലപാതകം LDFും BJPയും രാഷ്ട്രീയ ആയുധങ്ങളാക്കി മാറ്റിയപ്പോൾ അന്വേഷണ സംഘത്തെ അടിക്കടെ മാറ്റിക്കൊണ്ടിരുന്നു. രാധയെ കാണാതായ ദിവസം സഹോദരൻ ഭാസ്കറിനൊപ്പം നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാനെത്തിയ ആര്യാടൻ മുഹമ്മദിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗം ബിജു നായരാണ് ഒന്നാം പ്രതി. അവിഹിത ഇടപാടുകൾ പുറത്തു പറയുമെന്ന രാധയുടെ ഭീഷണിയാണ് കൊലപാതകത്തിലെത്തിച്ചത്. മൃതദേഹം കോൺഗ്രസ് ഓഫീസിൽ നിന്ന് പൂക്കോട്ടുംപാടത്തെ കുളത്തിൽ തള്ളിയതിന് സഹായിച്ച ഷംസുദ്ദീനാണ് കേസിലെ രണ്ടാം പ്രതി. പ്രതികളെ അറസ്റ്റ് ചെയ്ത് കൃത്യം 1 വർഷം തികഞ്ഞ ദിവസമാണ് ബിജു നായരും ഷംസുദ്ദീനും കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയത്. ദൃക്സാക്ഷിയായി ഒരാൾ പോലുമില്ലാത്ത കേസിൽ അന്വേഷണ സംഘത്തിന്റെ കഴിവും പ്രോസിക്യൂഷന്റെ മികവുമാണ് നിലമ്പൂർ രാധ വധക്കേസിൽ കണ്ടത്. പ്രതികൾക്ക് വധശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം. റിപ്പോർട്ടർ, മലപ്പുറം.